ഹായ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ട്രേഡിങ്ങിലേക്ക് എത്തിയത്, അതേപോലെ എൻ്റെ ഇതുവരെയുള്ള സ്ട്രഗിൾസും കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ട്രേഡിങ്ങിലേക്ക് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +1 കയറുന്നത് വരെ, അതായത് ഞാൻ 2021 +1 കയറുന്നത്. അപ്പം ആ ഒരു ടൈം വരെ എനിക്ക് ട്രേഡിംഗ് എന്നൊരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പം എൻ്റെ അതുവരെ, അതായത് +1 വരെയുള്ള എൻ്റെ ഒരു ഗോൾ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കയറുക എന്നതായിരുന്നു എൻ്റെ ആ ഒരു ടൈമിലെ ഗോള്. അപ്പം 2021 ആ ഒരു ടൈം കൊറോണയുടെ സമയമാണ്. അപ്പം ക്ലാസ് ഒക്കെ ഉച്ചയാകുമ്പോഴത്തേക്കിന് വിടും. അപ്പോൾ ആ ഒരു സമയത്ത് +1 ഞാൻ കയറിയപ്പോഴത്തേക്കിന് ഞാൻ ഒരു റിലേഷൻഷിപ്പിലായി. ഈ റിലേഷൻ ഒരു മാസം മാത്രമേ നിന്നുള്ളൂ. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് അയാളുടെ വീട്ടിലിറങ്ങി, അങ്ങനെ വിഷയമായി, അങ്ങനെ ബ്രേക്കപ്പായി. പിന്നെ ഞങ്ങളുടെ കാസ്റ്റ് ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ റിച്ച് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആകാം, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തി ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എങ്ങനെയാണ് റിച്ച് ആവേണ്ടതെന്ന് അറിയില്ല, എനിക്ക് അതിനുള്ള വഴി അറിയില്ല. എനിക്കാകെ എൻ്റെ അന്നപ്പോഴത്തെ ഒരു ഗോൾ എന്ന് പറയുമ്പം ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുക തന്നെയായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ട് ഒരിക്കലും റിച്ച് ആവാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പോഴാണ് ഞാൻ ഗൂഗിൾ പോട്ടെ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് ഹൗ ടു ബിക്കം റിച്ച്. ഞാൻ ആ ഒരു ഇത് സെർച്ച് ചെയ്ത് ഞാൻ കുറേ ഇങ്ങനെ നോക്കിപ്പോയി. അപ്പോഴാണ് നമ്മുടെ ഷരീഖ് ഷംസുദ്ദീൻ്റെ വീഡിയോ ഞാൻ കാണുന്നത്. ഇപ്പോൾ പുള്ളി അതിനകത്ത് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്കും കാര്യങ്ങളും, അങ്ങനത്തെ കുറേ വീഡിയോ ഞാൻ അങ്ങനെ കുറേ ഇന്ന് കണ്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ടില്ല. കാരണം ഇതുവഴി റിച്ച് ആകാമെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അതിനുവേണ്ടി ആ ഒരു ടൈമിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല. എന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു കസിനോട് പറഞ്ഞതുപോലെ, അന്നപ്പം എൻ്റെ കയ്യിൽ ഫണ്ടില്ല, ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഫണ്ടും ഇല്ല, മാത്രമല്ല എനിക്ക് പാൻ കാർഡ് ഇല്ല. അത് കാരണം എനിക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ കസിനോട് ഇങ്ങനെ ഇക്കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് റിച്ച് ആകാൻ പറ്റും, ഇതുവഴി റിച്ച് ആകാൻ പറ്റും. അപ്പോൾ ഞാൻ പുള്ളിയുടെ പേരിൽ പുള്ളിയുടെ പാൻ കാർഡ് വെച്ചിട്ട് ഒരു ബ്രോക്കർ തുടങ്ങി. അത് ആദ്യം തുടങ്ങിയത് ഫയേഴ്സിലായിരുന്നു. ഫയേഴ്സിൽ തുടങ്ങി. എന്നിട്ട് പുള്ളി എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് 2000 രൂപ അയച്ചു തന്നു. അപ്പം എനിക്ക് ജസ്റ്റ് ബേസിക് മാത്രമേ അറിയത്തുള്ളൂ, അതായത് ഒരു ക്യാൻഡിൽ എന്താണെന്നും പിന്നെ കുറേ ഇൻഡിക്കേറ്റേഴ്സും. പക്ഷേ ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം പുള്ളി എനിക്ക് 2000 രൂപ അയച്ചു. ഞാൻ ആ 2000 രൂപ ആ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ട് ഞാൻ ചുമ്മാ ഈ +1 പഠിക്കുമ്പോൾ ചുമ്മാ ട്രേഡ് ചെയ്യും. പക്ഷെ എനിക്ക് അന്നപ്പോൾ ഒരു സ്ട്രാറ്റജി ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ബൈ എടുക്കാൻ തോന്നുമ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് ബൈ എടുക്കും, സെല്ലെടുക്കാൻ തോന്നുമ്പോൾ ഞാൻ ചുമ്മാ സെല്ലെടുക്കും. ഒരു സ്റ്റോപ്പ് ലോസ് ഇല്ല, റിസ്ക് റിവാർഡ് റേഷ്യോ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ 2000 രൂപ എങ്ങനെ പോയി, പുള്ളിയെ തിരിച്ച് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ +2 കയറി. +2 കയറിയ ഒരു സമയത്താണ് ആദാനിയുടെ സ്റ്റോക്ക് ഇടിയുന്നത്. അപ്പം ഞാൻ കസിനോട് പറഞ്ഞത് ഇതുപോലെ നമുക്ക് ഷോർട്ട് സെയിൽ ചെയ്യാൻ പറ്റും, അതായത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുള്ളായിട്ട് ഇടിഞ്ഞിടിഞ്ഞ് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് സെല് ചെയ്താൽ പിന്നെ താഴോട്ട് പോകും എന്നാണ് എൻ്റെ ആ ഒരു ടൈമിലിരുത്. ഞാനിത് എൻ്റെ കസിനോട് പറഞ്ഞു. പുള്ളി എനിക്ക് 10000 രൂപ അയച്ചു തന്നു. ഞാനിത് പുള്ളിയുടെ ആ ഒരു ബ്രോക്കറിനകത്തോട്ട് 10000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പം ഞാനത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കി. പക്ഷെ അത് നടന്നില്ല. കാരണം എന്തോ മാർജിൻ്റെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് സെല്ല് എടുക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മാർജിൻ വേറെ വേണമായിരുന്നു. 10000 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം പിന്നെ ആ പ്ലാൻ അങ്ങനെ മൂഞ്ചി. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഈ ഒരു ഇതിൽ ബൈ എടുക്കും, സെല്ലെടുക്കും. അപ്പം ഇങ്ങനെ ചുമ്മാ, അതായത് ഞാൻ നേരത്തെ എന്താണ് ചെയ്തത് അതുപോലെ തന്നെ, പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നുമില്ല. ചുമ്മാ ബൈ എടുക്കും, സെല്ലെടുക്കും. എനിക്ക് തോന്നുമ്പോൾ ചുമ്മാ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് ക്രോസ് ഓവർ വന്നാൽ ഓക്കെ ബൈ, പിന്നെ ഒരു മാഗ്ഡി ക്രോസ് ഓവർ വന്നാൽ ഞാൻ സെല്ല്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് 2000 രൂപ പോയി. എൻ്റെ കസിൻ പൈസ എന്നോട് തിരിച്ചു ചോദിച്ചു, പക്ഷെ എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ യൂട്യൂബിൽ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന വേറെ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം ഞാനൊരു ഹിന്ദിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി. ഇപ്പോൾ പുള്ളി ഇങ്ങനെ എല്ലാ ദിവസവും ലൈവായിട്ട് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ടൈമിൽ ഓപ്ഷൻസ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ശരിക്കും ഇതുപോലെ ഈ ഓപ്ഷൻസിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. അതായത് ജസ്റ്റ് അതിനകത്തെ കോളും പുട്ട് ഓപ്ഷനും ഇത് മാത്രമേ എനിക്ക് മനസ്സിലായി. ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ പിന്നെ ആ ഒരു വീഡിയോ കണ്ടു, അതായത് ഈ ലൈവ് കണ്ട്. അപ്പോൾ ആ ഒരു പുള്ളി പറഞ്ഞ് ഇതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കോളിനകത്ത് ബൈ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ 8000 രൂപ ഉണ്ടായിരുന്നു. ആ ഒരു 8000 രൂപയ്ക്കകത്തുനിന്ന് 6000 രൂപ വെച്ചിട്ട് ഒരു ബൈ എടുത്തു. എന്നിട്ട് പുള്ളി പറയുന്ന വരെ ഞാൻ അത് ഹോൾഡ് ചെയ്തു. കാരണം എനിക്ക് അന്നപ്പോൾ ലോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ പ്രോഫിറ്റ് മാത്രമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം
എനിക്ക് അങ്ങനത്തെ മെന്റലായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല ആ ഒരു ടൈമിൽ. പ്രോഫിറ്റ് ഉണ്ടാക്കണം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് ഹോൾഡ് ചെയ്തു, പുള്ളി പറയുന്നത് വരെ ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെല്ല് ചെയ്തു. അന്നപ്പം 3000 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി ആദ്യമായിട്ട്. 6000 രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്ത് എനിക്ക് 3000 രൂപ പ്രോഫിറ്റ് കിട്ടി ഓപ്ഷൻസ് വെച്ച്. അപ്പം എൻ്റെ മൈൻഡ് ഫുള്ള് മാറി. അപ്പം 10000 രൂപ 8000 രൂപ ഉള്ളായിരുന്നു എനിക്ക് ക്യാപിറ്റൽ. അപ്പം 3000 രൂപ കൂടെ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ 11000 രൂപയായി. ഞാൻ 10000 രൂപ പുള്ളിക്ക് കൊടുത്തു, ബാക്കി 1000 രൂപ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പുള്ളിയോട് കുറച്ച് ദിവസം കഴിഞ്ഞ്, അതായത് ആ പൈസ ഞാൻ പുള്ളി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം പിന്നെ ഞാൻ പുള്ളിയോട് പൈസ ഒന്നും ചോദിച്ചില്ല. പിന്നെ എൻ്റെ മൈൻഡിൽ ഫുൾ ഇങ്ങനെയായിരുന്നു, അതായത് 6000 രൂപ വെച്ച് ഞാൻ 3000 രൂപ ഉണ്ടാക്കി. അപ്പോൾ കുറേയും കൂടെ ക്യാപിറ്റൽ കൂട്ടുമ്പോൾ കുറേയും കൂടെ പ്രോഫിറ്റ് കിട്ടും. ഇതായിരുന്നു എൻ്റെ ആ ഒരു ടൈമിലെ മൈൻഡ് സെറ്റ്. അപ്പം ഞാനിത് എൻ്റെ കസിനോട് പറഞ്ഞു. പുള്ളി എനിക്ക് 25000 രൂപ അയച്ചെന്ന്. ഞാൻ അത് വെച്ച് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ട് വെച്ചിട്ടൊരു അച്ഛൻ്റെ പങ്കെടു വെച്ചിട്ട് ഞാൻ ഒരു ബ്രോക്കർ തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ അതിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം 25000 രൂപ പുള്ളി എനിക്ക് അയച്ചു. ഞാൻ അത് വെച്ച് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് വെച്ച് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് ഞാൻ ഈ ലൈവ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ട്രേഡ് ചെയ്ത് എനിക്ക് പിന്നെ ഒരു 3000 രൂപ പ്രോഫിറ്റ് കിട്ടി ഓപ്ഷൻസിൽ തന്നെ. പുള്ളിയുടെ ആ ഒരു ഇത് കണ്ട് അപ്പം 25000 എന്നുള്ളത് 28000 ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോയ ടൈമിൽ ആ ഒരു സമയത്ത് കൊറോണ ആയിരുന്നല്ലോ. അപ്പം ഫോണൊന്നും അങ്ങനെ ചെക്കും ചെയ്യത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഇരുന്ന് ഞാൻ പറഞ്ഞു, അതുപോലെ ഞാനിപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോവാ, ഇപ്പൊ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിയുടെ ലൈവ് എടുത്ത്. എന്നിട്ട് പുള്ളി ആ ഒരു സമയത്ത് ബൈ എടുക്കാൻ പറഞ്ഞില്ലായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ എന്തോ ഒരു ഇത് പുള്ളി പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാനൊരു ബൈ അങ്ങ് എടുത്ത് ബാങ്ക് നിഫ്റ്റിയിൽ. അതും ഈ 28000 രൂപയുടെ ക്യാപിറ്റൽ വെച്ചാൽ ഞാൻ ഫുൾ ബൈ അങ്ങ് എടുത്ത്. ബൈ എടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇതിപ്പോൾ പ്രോഫിറ്റ് കിട്ടും, കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ അങ്ങ് ഓഫാക്കി. പിന്നെ ഇന്റർവെൽ ആപ്പ് പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 8000 രൂപ ലോസ് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പം എൻ്റെ നെഞ്ച് ചെറുതായിട്ടൊന്ന് ഇടിക്കാൻ തുടങ്ങി. പക്ഷേ അന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കയറുമായിരിക്കും, കാരണം എനിക്ക് ഈ ലോസ് കട്ട് ചെയ്യാമെന്നുള്ള കാര്യം ഒന്നും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് കയറും, ഇത് ഞാൻ അതായത് എൻ്റെ കയ്യിലെ പൊസിഷൻ ഞാൻ സെല്ല് ചെയ്താൽ മാത്രമേ എനിക്ക് ലോസ് വരത്തുള്ളൂ. ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എപ്പോൾ കയറുന്നു എനിക്ക് അപ്പോൾ സെല്ല് ചെയ്താൽ മതിയല്ലോ എന്നുള്ള കാര്യമായിരുന്നു. എനിക്ക് അന്നപ്പോൾ ഓപ്ഷൻസിന് എക്സ്പയറി ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. അപ്പം ഞാനിത് വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 8000 എന്നുള്ളത് പിന്നെ ഞാൻ കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിന് 1000 രൂപ ലോസിലേക്ക്, അതായത് 8000 എന്നുള്ളത് 1000ലേക്ക് കുറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇത് കയറുന്നുണ്ട്, കുഴപ്പമില്ല, വെച്ചോണ്ടിരിക്കാം. അപ്പം ഞാനിത് ഹോൾഡ് ചെയ്തു, ഓവർനൈറ്റ് ഹോൾഡ് ചെയ്തു. അടുത്ത ദിവസം എനിക്ക് ഫെയർവെൽ ആയിരുന്നു, സ്കൂളിലെ +2 ഫെയർവെൽ ആയിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ ഹോൾഡ് ചെയ്തു. ഞാൻ ഫെയർവെല്ലിന്റെ സമയത്ത് ഫോൺ സ്കൂളിൽ കൊണ്ടുപോയില്ല. അപ്പം ഞാൻ ഫെയർവെല്ല് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് എനിക്ക് 25000 രൂപ ലോസ് എന്ന് പറഞ്ഞ് കാണിച്ചു. അന്നാണ് ആദ്യമായിട്ട് എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഫീൽ, അതായത് ഭയങ്കര ഒരു ഇത് തോന്നുന്നത് ആദ്യമായിട്ട്. ഇപ്പൊ 25000 രൂപ ലോസ് വന്നു. അപ്പൊ ഇത് ഞാൻ പിന്നെ കസിനോട് പറഞ്ഞു, ഇതുപോലെ പൈസ പോയി, പക്ഷെ കുഴപ്പമില്ല. അന്നപ്പോഴും ഞാൻ ഇത് ചെയ്തു, അതായത് എൻ്റെ ഒരു ഇൻട്യൂഷൻ വെച്ച് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ 25000 രൂപ പിന്നെയും തിരിച്ചു പിടിക്കാണ്. അപ്പൊ എൻ്റെ കസിൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്വന്തം ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് 50000 രൂപ പുള്ളി അറിയാതെ എനിക്ക് അയച്ചു തന്നു. അതുകൂടാതെ ഒരു 30000 രൂപ ലോണും കൂടെ എടുത്തു. അങ്ങനെ 80000 രൂപ എനിക്ക് അയച്ചു. ഞാനിത് സെറോദക്കകത്താണ് ഇപ്രാവശ്യം ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ പൈസ ഇട്ടത്. അപ്പൊ അതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അപ്പൊ ഈ പ്രീമിയത്തിനൊക്കെ 1 രൂപയുടെ പ്രീമിയം ഒക്കെ കിട്ടും, എക്സ്പയറിയുടെ സമയത്ത് 1 രൂപ പ്രീമിയം ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ച് 80000 രൂപയുണ്ട്. അപ്പൊ 80000 രൂപയ്ക്ക് 1 രൂപയുടെ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 80000 ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. അപ്പം 1 രൂപ ചേഞ്ച് ആയാൽ തന്നെ എനിക്ക് 80000 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാനിതുപോലെ 80000 രൂപയ്ക്ക് ട്രേഡ് എടുത്ത്. പക്ഷെ അന്നപ്പോൾ എനിക്ക് 56000 സംതിങ് ക്വാണ്ടിറ്റി എന്തോ എടുക്കാൻ പറ്റിയുള്ളൂ. അത് ഞാൻ ഐസ്ബർഗ് ഓർഡർ, സെറോദക്കകത്ത് ഐസ്ബർഗ് ഓർഡർ ഇട്ടാണ് ഞാൻ ആ ഒരു ട്രേഡ് എടുത്തത്. അപ്പോൾ ഈ ഐസ്ബർഗ് ഓർഡർ ഇടുമ്പോഴത്തേന് കൂടുതൽ ലോട്ട് നമുക്ക് ഒറ്റ ഒരു ട്രേഡിന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതുപോലെ ഐസ്ബർഗ് ഓർഡർ ഇട്ട് ട്രേഡ് എടുത്തു. അപ്പൊ എനിക്ക് ഈ ബ്രോക്കറിനകത്ത് ബേസിക് ഫങ്ഷണാലിറ്റീസും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഐസ്ബർഗ് ഓർഡർ ഇട്ട് എടുക്കാം എന്നുള്ളൊരു കാര്യം അറിയാം, സെല്ല് ചെയ്യണമെങ്കിൽ തിരിച്ച് ഐസ്ബർഗ് ഓർഡർ ഇടണം എന്നുള്ളൊരു കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി ട്രേഡ് എടുത്തു.
ട്രേഡ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് ടെൻഷൻ കയറി. കാരണം ആദ്യം ഞാൻ ആദ്യമായിട്ട് ലോസ് ഫേസ് ചെയ്തത് 25,000 രൂപ. അപ്പൊ അത് പിന്നെ എന്റെ മൈൻഡിൽ കിടക്കും. എനിക്ക് പിന്നെ ഭയങ്കര ഒരു ഇതായി. അപ്പൊ 80,000 രൂപയുടെ ഞാൻ ട്രേഡ് പഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. അപ്പൊ ഞാൻ പിന്നെ അത് ടെൻഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സെല്ല് എടുക്കാൻ, അതായത് ട്രേഡ് എടുത്തു. 1.25 രൂപയ്ക്ക് എന്തോ ആണ് ഞാൻ ട്രേഡ് എടുത്തത്. പ്രീമിയത്തിന് 1.25 രൂപ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പൊ ഞാൻ ട്രേഡ് എടുത്തത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഞാനിത് സെല്ലെടുക്കാൻ നോക്കി. അതായത് ഞാൻ ഈ എടുത്ത പൊസിഷൻ സെല്ലാക്കാൻ നോക്കി. പക്ഷെ സെല്ലാക്കാൻ നോക്കിയപ്പോഴത്തേന് സെറോദയുടെ ബാക്കെൻഡിൽ നിന്ന് റിജക്ട് ചെയ്തോണ്ടിരിക്കുക. എനിക്കറിയില്ല അതെന്തായിരുന്നത്. എനിക്ക് ആ ഒരു ടൈമിൽ അറിയില്ലായിരുന്നു അത് എന്തായിരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ കമ്പ്യൂട്ടറിലും ഫോണിലും വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിൽ ചാർട്ടും ഫോണിൽ പൊസിഷൻ ക്ലോസ് ആക്കുന്നതിന്റെ ആ ഒരു ഇതും എടുത്തു വെച്ചേക്കുക. അപ്പൊ ഞാൻ നോക്കി സെല്ലെടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് എന്റെ ട്രേഡ് 8,000 രൂപ പ്രോഫിറ്റിലേക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ച് സെല്ലാകാൻ എന്തായാലും നന്നായി. കാരണം സെല്ലാക്കിയിരുന്നെങ്കിൽ എനിക്കിപ്പോ ഈ പ്രോഫിറ്റ് കിട്ടത്തില്ലായിരുന്നു എന്ന് വിചാരിച്ചു. പെട്ടെന്ന് 8,000 എന്നുള്ള 23,000 രൂപ പ്രോഫിറ്റ്. അപ്പൊ ഞാൻ ശരിക്ക് സമാധാനമായി. കാരണം പോയത് തിരിച്ചു കിട്ടിയല്ലോ, ഇനി സെല്ലെടുക്കാൻ നോക്കി, പിന്നെ റിജക്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് കഴിഞ്ഞ് 23,000 എന്നുള്ളത് പെട്ടെന്ന് 18,000 രൂപ ലോസിലേക്കായി. പിന്നെ അത് 24,000. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് ഹോൾഡ് ചെയ്തേക്കാം, ചിലപ്പോൾ ഇത് കയറിയാലോ എന്ന്. ഞാൻ പിന്നെ ഹോൾഡ് ചെയ്തു. അത് 24 എന്നുള്ളത് 54K ലോസിലേക്കായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഐസ്ബർഗ് ഓർഡർ ഇട്ടാണ് എക്സിറ്റ് അടിക്കേണ്ടതെന്ന്. ഞാൻ പിന്നെ ഐസ്ബർഗ് ഓർഡർ ഇട്ട് എക്സിറ്റ് അടിച്ചു. അപ്പത്തേക്കിന് തന്നെ ഞാൻ 52,000 രൂപ ലോസ് ബുക്ക് ചെയ്തിരുന്നു. ഇത് ഞാൻ എന്റെ കസിനെ വിളിച്ചു. അന്ന് തന്നെ പറഞ്ഞു ഇതുപോലെ 54,000 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ടോട്ടൽ ഞങ്ങൾക്ക് 75,000 രൂപ എന്റെ കയ്യിൽ നിന്ന് ലോസായി. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ പൈസ എല്ലാം തന്നു തീർക്കാം. എനിക്ക് ആ ഒരു സമയത്ത് ഇൻകത്തിന് വേറെ സോഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കഴുത്തിൽ ഒരു മാല അടപ്പുണ്ടായിരുന്നു. ഞാനപ്പോ കസിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എന്റെ കഴുത്തിലെ മാല പണയം വെച്ചിട്ട് ഞാൻ ഈ പൈസ എല്ലാം തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇത് വീട്ടിലൊരിക്കലും അറിയാൻ പാടില്ലല്ലോ. അപ്പോ ഞാൻ വീട്ടുകാരെ അറിയാതെ എന്റെ കഴുത്തിലെ മാല പുള്ളിക്ക് കൊടുത്തു. പുള്ളി അതുകൊണ്ട് പണയം വെച്ചു. അങ്ങനെ പുള്ളി ആ ഒരു പൈസ, അതായത് ലോൺ എടുത്ത പൈസ അടച്ചു. പിന്നെ ഒരു 50,000 രൂപ പുള്ളിയുടെ സ്വന്തം ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു. അതും തിരിച്ചു കൊടുത്തു. അപ്പം പിന്നെ എന്റെ കഴുത്തേലെ മാല പണയമായി. അപ്പൊ എനിക്ക് പിന്നെ വീട്ടിൽ ഇതുപോലെ ഈ കഴുത്തില്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. കാരണം വീട്ടുകാരെ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ പിന്നെ വീട്ടുകാരുടെ അടുത്തോട്ട് അങ്ങനെ അധികം ഇതിന് പോകത്തില്ല. അതായത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നു. അത് അടുത്തോട്ട് പോകാതെ നിന്ന്. പിന്നെ ഞാൻ ഷർട്ട് എപ്പോഴും ഇട്ടുകൊണ്ട് നടന്നു. പക്ഷെ ഒരു ദിവസം ഇതുപോലെ, അതായത് കുറച്ചുനാൾ കഴിഞ്ഞ് അമ്മ ഇതുപോലെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോൾ എന്റെ കഴുത്തെ മാലയില്ല. അമ്മേനോട് ചോദിച്ചു മാല എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് സത്യങ്ങൾ പറയേണ്ടി വന്നു. ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞു. അപ്പം പിന്നെ അമ്മ പറഞ്ഞു പെട്ടെന്ന് എന്തായാലും എടുക്കണം. അമ്മ എന്നപ്പോൾ ആ ഒരു സമയത്ത് ദേഷ്യപ്പെട്ടൊന്നുമില്ല. എന്നോട് പറഞ്ഞു പെട്ടെന്ന് എന്തായാലും എടുക്കണം, അച്ഛനറിയാൻ പാടില്ല, എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് എന്തായാലും എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇത് എന്റെ കസിനോട് പറഞ്ഞു. പിന്നെ ഈ മാല എടുക്കാനായിട്ട് ഇനിയും പൈസ വേണം, ഞങ്ങളുടെ ഇല്ല. പിന്നെ എന്ത് ചെയ്തു, പിന്നെ അടുത്ത ലോൺ നോക്കി. ഞങ്ങൾ വേറെ കുറെ ഓൺലൈനായിട്ടാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് വേറെ കുറെ ലോൺ നോക്കി. അങ്ങനെ അവസാനം ഫ്ലിപ്കാർട്ട് നമുക്ക് ലോൺ തന്നു. അതായത് ഫ്ലിപ്കാർട്ടിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതുവഴി പുള്ളിയുടെ പേരിലാണ് ലോൺ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതായത് മണി വ്യൂവിന്റെ ഒരു ആപ്പ് ഉണ്ട്. അതുവഴി നമ്മൾ നോക്കിയപ്പോഴത്തേനും ലോൺ അവര് റിജക്ട് ആക്കി കളഞ്ഞു. വേറെ കുറെ ആപ്പ് ഇതുപോലെ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം ഫ്ലിപ്കാർട്ടിന്റെ ലോൺ നമ്മൾ എടുത്ത്. അപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ ലോൺ നമ്മൾ 2 ലക്ഷം രൂപയാണ് എടുത്തത്. 2 ലക്ഷം രൂപ എടുത്തു. 2 ലക്ഷം രൂപയ്ക്ക് ആ ഒരു മാല എടുത്ത് തിരിച്ചെടുത്തു. അങ്ങനെ ആ ഒരു കാര്യം ഓക്കെ ആയി. പിന്നെ ബാക്കി കുറച്ച് ഫണ്ടുണ്ട്. പുള്ളി അതിൽ നിന്ന് എനിക്ക് 60,000 രൂപ അയച്ചു തന്നു. ബാക്കി പുള്ളിയും കൈ വെച്ചു. എന്നിട്ട് ഈ 60,000 രൂപയ്ക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പിന്നെ ഈ ലോൺ തിരിച്ചടക്കാൻ എന്റെ വേറെ ഫണ്ടില്ല. അപ്പൊ തന്നെ ഈ ഒരു സമയം, അതായത് ഞാൻ ഈ ഒരു പൈസ കളഞ്ഞ ഒരു സമയം, ആ ഒരു സമയം എന്ന് പറയുമ്പോൾ +2 പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള ആ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ ഇത് കളഞ്ഞത്. അതായത് ഇതൊക്കെ നടക്കുന്നത് +2 തീരാറായി ആ ഒരു സമയത്തായിരുന്നു. അതായത് ഈ ഒരു 52,000 രൂപ എനിക്ക് ലോസ് ആകുന്നത് ഈ +2 മെയിൻ എക്സാം പരീക്ഷയുടെ തൊട്ട് മുമ്പായിരുന്നു. അത് കഴിഞ്ഞ് ഇത് തിരിച്ചടക്കാൻ ഈ ഒരു സമയം, അതായത് മാല തിരിച്ച് പണയത്തിൽ നിന്ന് എടുത്ത് ലോൺ എടുക്കുന്നത് പരീക്ഷ കഴിഞ്ഞിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ ലോൺ തിരിച്ചടക്കാൻ എനിക്ക് ഫണ്ടില്ല. പുള്ളിക്ക് മാത്രമേ
ഇൻകമായിട്ട് കിട്ടുന്നുള്ളൂ, എനിക്ക് ഫണ്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ 60,000 രൂപയ്ക്ക് വീട്ടിലപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രേഡ് ചെയ്ത് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി, അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ബൈക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ എങ്ങനെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഞാൻ ഒരു ബൈക്ക് എടുത്തു. അതും അതായത് ബൈക്ക് എടുക്കുന്നതിന്റെ പിന്നിലുള്ള എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയും ഡെലിവറി ഓടി ഒരു മാസത്തെ EMI അടക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഈ ബൈക്ക് എടുക്കുന്നത്. അങ്ങനെ ഞാൻ 60,000 രൂപയ്ക്ക് പോയി ബൈക്ക് എടുത്തു. അതായത് 30,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു, ബാക്കി ഓരോ മാസം EMI അടച്ചു. അപ്പോൾ ബൈക്കിന്റെ EMI ഉണ്ട്, അതേപോലെ ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള 2 ലക്ഷത്തിന്റെ EMI ഉണ്ട്. അപ്പോൾ ഈ 2 ലക്ഷത്തിന് ഞങ്ങൾ 3 വർഷത്തേക്കുള്ള ടെന്യൂർ ആയിട്ടാണ് എടുത്തത്. ഒരു മാസം 7,697 വെച്ചു. അപ്പൊ പുള്ളിക്ക് ഇതിനകത്ത് ചെറിയൊരു പങ്കുണ്ട്, അതായത് പുള്ളിയാണല്ലോ പൈസ തന്നത്. അങ്ങനെ ആ ഇത് വെച്ച് പുള്ളി 3,697, ഞാൻ 4,000 രൂപ ഒരു മാസം എന്നുള്ളൊരു രീതിക്ക് ഞങ്ങള് 2 ലക്ഷത്തിന്റെ EMI ഇങ്ങനെ ഓരോ മാസം അടയ്ക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ എനിക്ക് ഫണ്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബൈക്ക് എടുത്തു. അത് കഴിഞ്ഞ് +2 പരീക്ഷ കഴിഞ്ഞ് ബൈക്ക് എടുത്തു. ഞാൻ പിന്നെ ഇവിടെ അടുത്തുള്ള ഡെലിവറിയിൽ, അതായത് കൊറിയർ സർവീസിൽ ഞാൻ ഓടാൻ തുടങ്ങാൻ പോയി. പിന്നെ ഞാൻ പിന്നെ എല്ലാ ദിവസവും അവിടെ ഓടാൻ പോയി. അതിനോടൊപ്പം എനിക്ക് പിന്നെ കോളേജിലേക്ക് കയറണം. പിന്നെ ഞാൻ ട്രേഡിങ് നോക്കിയിട്ടില്ല. ഞാൻ പിന്നെ ട്രേഡിങ്, അതായത് ഞാൻ പിന്നെ ആ ഒരു സമയത്ത് പിന്നെ ട്രേഡിങ് വിട്ടു. പിന്നെ എനിക്ക് ആ ട്രേഡിങ്ങിനോടുള്ള ടച്ച് എല്ലാം പോയി. പിന്നെ ആ റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം പോയി. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഫോക്കസ് ചെയ്യാൻ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പിന്നെ അത് ആ ഒരു ഇത് വിട്ടു. പക്ഷെ എനിക്ക് ട്രേഡിങ് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ അതിനുവേണ്ടി പിന്നെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ കോളേജിലേക്ക് കയറാനായി. അപ്പം ഞാൻ കീമിന്റെ എക്സാം എഴുതി എനിക്ക് ഞാൻ കീമിന്റെ എക്സാം എഴുതി ബിടെക് കമ്പ്യൂട്ടർ സയൻസിൽ കിടങ്ങൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരിൽ കയറി. പിന്നെ ഞാൻ അവിടെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ആ ഒരു ടൈമിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ കയറി. പിന്നെ ഓരോ മാസം EMI അടച്ചാൽ മതി. അപ്പം ഞാൻ ശനി ഞായറും മാത്രം ഡെലിവറി ഓടാൻ പോകും പാർട്ട് ടൈം ആയിട്ട്. അന്നപ്പോഴും ഞാൻ ട്രേഡിംഗ് ഒന്നും നോക്കിയിട്ടില്ല. ഫസ്റ്റ് ഇയർ കയറി കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ കയറി ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളായി. കാരണം ഇതുവരെ കിട്ടാത്ത കുറെ ഫ്രീഡം കാര്യങ്ങളെല്ലാം കിട്ടി. പിന്നെ ആ ഒരു വഴിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പോയി, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടന്ന്. ഞാൻ ട്രേഡിങ്ങിലേക്ക് നോക്കിയിട്ട് പോലും ഇല്ല. പിന്നെ പതുക്കെ സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും പതുക്കെ കുറഞ്ഞു വന്നു. പിന്നെ അതുപോലെ എൻ്റെ മൈൻഡും ചെറുതായിട്ട് മാറാൻ തുടങ്ങി. അതായത് എനിക്ക് റിച്ച് ആകണം, അതായത് എനിക്ക് ആ ഒരു രീതിയിലേക്ക് എത്തണം എന്നുള്ളൊരു മൈൻഡിലേക്കായി. ആ ഒരു സമയത്ത് ഞാൻ മെയിൻ അതായത് കൊറിയർ സർവീസ് വിട്ടു. പിന്നെ സൊമാറ്റോയിലേക്ക് കയറി. കാരണം കൊറിയർ സർവീസ് ഭയങ്കര പാടായിട്ട് തോന്നി എനിക്ക്. അപ്പം ഞാൻ പിന്നെ സൊമാറ്റോയിലേക്ക് കയറി. അപ്പം ഞാൻ പിന്നെ ശനി ഞായർ സൊമാറ്റോ ഓടാൻ പോകുന്നുണ്ട്. പിന്നെ കേറ്ററിങ്ങിനും പറ്റുമ്പോൾ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ ആ ഒരു സമയത്തും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ പിന്നാണ് ട്രേഡിങ് ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കാൻ തുടങ്ങി. സെക്കൻഡ് ഇയറിൽ, അതായത് 3rd സെം കഴിഞ്ഞ് പിന്നെ 4th സെമ്മിലാണ് ഞാൻ സെക്കൻഡ് ഇയർ 4th സെമ്മിലാണ് ഞാൻ പിന്നെ ട്രേഡിങ്ങിലേക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എഫോർട്ട് കൊടുക്കാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ അത്രയും നാൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഫോറക്സിലേക്ക്, കാരണം എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കാനുള്ള സമയം കിട്ടത്തില്ല. കാരണം കോളേജിൽ 9 ആകുമ്പം ക്ലാസ് തുടങ്ങും, വൈകിട്ട് 4 വരെ ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് നോക്കാൻ പറ്റും, പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ടൊരു എഫേർട്ട് ഇട്ട് നോക്കാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. കാരണം ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെ 9:15 ക്ലോസ് ആകുമ്പോഴത്തേന് 3:30 ഈ ഒരു സമയത്താണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് എന്തായാലും പറ്റത്തില്ല. അപ്പൊ ഞാൻ പതുക്കെ എൻ്റെ ആ ഒരു ഞാൻ ആ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പതുക്കെ ഫോറക്സിലേക്ക് കയറി. പക്ഷെ ഫോറക്സിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല. അതായത് ഇത് 24 hour ഉള്ളൊരു മാർക്കറ്റാണ്, 5 ദിവസമുണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെ. അപ്പൊ ഈ ഒരു സമയത്ത് അതായത് ഇങ്ങനെയുള്ളൊരു മാർക്കറ്റിൽ എപ്പോൾ ട്രേഡ് എടുക്കണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഭയങ്കര അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് ഒന്നും അറിയാത്തൊരു കുട്ടിയായിപ്പോയി ഞാൻ ആ ഒരു മാർക്കറ്റില്. അന്നപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിൽ കയറി ഇങ്ങനെ ഇതുപോലെ സെർച്ച് ചെയ്തു ഫോറക്സ് മാർക്കറ്റിലെ ഓരോ കാര്യങ്ങളും. പിന്നെ ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഓരോന്നും പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പിന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ, വിൻ റേറ്റ്, പിന്നെ സ്റ്റോപ്പ് ലോസ്, TP, ഇതെല്ലാം ഞാൻ ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ ശരിക്കും പഠിക്കുന്നത്. അതിന്റെ ആ ഒരു ഇതും കാര്യങ്ങളും എല്ലാം ഞാൻ പഠിച്ചു. ഞാനിങ്ങനെ ഒരു യൂട്യൂബറിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് പുള്ളി ഇടുന്ന വീഡിയോ ഒക്കെ കണ്ട് അത് അത്യാവശ്യം, അതായത് സ്വിംഗ് ട്രേഡിങ്ങിന്റെ ഒരു സ്ട്രാറ്റജി പുള്ളി യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ ഞാനത് അത്യാവശ്യം ട്രേഡ് ചെയ്ത് ചെറിയ പ്രോഫിറ്റ്, അതായത് ഒരു ദിവസം എല്ലാ ദിവസവും ട്രേഡ് ഇല്ല, ഒരു മാസത്തെ ഒരു 5-6 പ്രാവശ്യം ട്രേഡ് ഉള്ളൂ.
അപ്പം ഞാനൊരു മാസം മാത്രമേ അത് ഫോളോ ചെയ്തുള്ളൂ. ഒരു മാസം ഫോളോ ചെയ്ത് ഞാൻ പക്ഷെ പ്രോഫിറ്റബിളായി. ഞാൻ കറക്റ്റായിട്ട് റിസ്ക്കും ടി പിയും പൊസിഷൻ സൈസിങ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. അപ്പം അങ്ങനെ ഒരു മാസം പ്രോഫിറ്റബിളായി. അപ്പം എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു കോഴ്സ് പുള്ളി വിൽക്കുന്നുണ്ട്, ഇൻട്രാഡേ സ്ട്രാറ്റജി. അപ്പം ഞാൻ വേറെ രണ്ടുപേരെയും കൂടെ കൂട്ടുപിടിച്ചു. അതായത് എനിക്ക് വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയ രണ്ടുപേരെയും കൂടെ കൂട്ടുപിടിച്ച് ഞങ്ങൾ ഷെയർ ഇട്ട് പുള്ളിയുടെ കോഴ്സ് എടുത്തു, ഇൻട്രാഡേ കോഴ്സ്. അത് SMC ആയിരുന്നു, SMCയുടെ ഇൻട്രാഡേ കോഴ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ആ കോഴ്സ് എടുത്തു. പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതിനുവേണ്ടി വർക്ക് ചെയ്തപ്പോൾ ഞാൻ അത്യാവശ്യം എഫേർട്ട് ഇട്ടു. ബട്ട് അതങ്ങോട്ട് എനിക്ക് വർക്കായില്ല. അതായത് ഞാൻ ഈ സ്ട്രാറ്റജി പഠിച്ചു. പക്ഷെ നമ്മൾ ഈ സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോഴത്തേന് എൻട്രികൾ ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവാണ്. അപ്പോൾ അത്രയും നാളും വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് SL ആയിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി, അതായത് മെന്റലി ഇച്ചിരി ഇതായി. ഞാൻ അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് ചെറുതായിട്ട് അതായത് വിട്ട് മാറാൻ തുടങ്ങി. അതായത് ആ ഒരു സ്ട്രാറ്റജി എനിക്കതുകൊണ്ട് പഠിച്ചതും കൊണ്ട് സെറ്റ് ആകുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റയിലും ഒക്കെ കണ്ടത് 10x ട്രേഡർ. പിന്നെ ഞാൻ പുള്ളിയുടെ കോഴ്സ് എടുത്തു. ഞാൻ റിസ്ക് എടുത്ത് പുള്ളിയുടെ കോഴ്സ് എടുത്തു. അതായത് ഈ 10x ട്രേഡറിന്റെ കോഴ്സ് എടുക്കാൻ എനിക്ക് ഫണ്ട് ഇല്ലായിരുന്നു. എനിക്ക് ഗ്രാൻസിന്ന് എല്ലാ വർഷവും ഫീസ് കിട്ടുന്ന, അതായത് സ്കോളർഷിപ്പായിട്ട് കിട്ടുന്നതായിരുന്നു. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ട് എനിക്ക് സ്കോളർഷിപ്പായിട്ട് ഫണ്ട് കിട്ടും. അപ്പം ഒരു വർഷം എനിക്ക് ഏകദേശം 58,000 രൂപ സ്കോളർഷിപ്പായിട്ട് കിട്ടും. അതായത് 35,000 രൂപ ട്യൂഷൻ ഫീയും പിന്നെ ബാക്കി പൈസ എൻ്റെ പോക്കറ്റ് മണിയും പിന്നെ വേറെ കുറെ ഫീ കൺസെഷന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഓൾറെഡി കീം എഴുതി കോളേജിലോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ഞാൻ ട്യൂഷൻ ഫീ വേവറാണ്. അതായത് ഈ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് ആ ഒരു ഇയറിൽ ഫസ്റ്റ് വരുന്ന 3 റാങ്കുകാർക്ക് എന്തോ ട്യൂഷൻ ഫീ ഇല്ല. അപ്പോൾ അവർക്ക് ട്യൂഷൻ ഫീ അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ എനിക്ക് ഗ്രാൻസിൽ നിന്ന് ട്യൂഷൻ ഫീ ഉൾപ്പെടെ പൈസ ഇങ്ങോട്ട് വരും. അപ്പോൾ ട്യൂഷൻ ഫീ ഇല്ലാത്ത ഒരാൾക്ക് ട്യൂഷൻ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇയറിൽ കയറിയപ്പോൾ എനിക്ക് ട്യൂഷൻ ഫീ ഉൾപ്പെടെ 58,000 രൂപ കിട്ടി. അപ്പൊ ഈ കുറച്ചാൾ കഴിഞ്ഞപ്പം ഞാൻ ഈ പൈസ വീട്ടിൽ ആരോടും പറഞ്ഞില്ല ഈ പൈസ ഇങ്ങനെ കിട്ടിയ കാര്യമൊന്നും. ഞാനപ്പോൾ വിചാരിച്ച് ഇത് വെച്ച് ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുമായിരുന്നു. ഫസ്റ്റ് ഇയർ ആയി ഇത് സ്കോളർഷിപ്പ് കൊടുത്തെങ്കിൽ എനിക്ക് സെക്കൻഡ് ഇയർ ആണ് ഈ ഫണ്ട് വന്നത്. അപ്പൊ അതാണ് ഞാൻ വീട്ടിലാരോടും പറഞ്ഞില്ല, ഞാൻ ഇത് വെച്ച് ട്രേഡ് ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ കുറച്ചുകൾ കഴിഞ്ഞപ്പം കോളേജിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ട്യൂഷൻ ഫീ വേവർ ആണ് ഞാൻ. അപ്പോൾ ട്യൂഷൻ ഫീ വേവർ ആയിട്ടുള്ള ഒരാൾക്ക് ഈ ട്യൂഷൻ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഗ്രാൻസിൽ നിന്ന് കിട്ടിയ ഫണ്ട് തിരിച്ചടയ്ക്കണം. അതായത് എനിക്ക് ആ സാധനം വേണ്ട, ഇപ്പൊ തിരിച്ചടയ്ക്കണം. പക്ഷെ ഞാൻ ഈ ഒരു ഫണ്ട് ഞാൻ പിന്നെ അത് അടച്ചില്ല. അതായത് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ വിചാരിച്ചു ധൃതിയില്ല, ജസ്റ്റ് ഒരു 4th ഇയർ ഒക്കെ മുമ്പ് അടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഫണ്ട് കൈ വെച്ചോണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ 10x ട്രേഡറിന്റെ ഇത് കാണുന്നത്. ഞാൻ പിന്നെ റിസ്ക് എടുത്ത് 35 വെച്ചിട്ട് ഞാൻ ആ 10x ട്രേഡറിന്റെ കോഴ്സ് എടുത്തു. ഞാൻ ഇപ്പൊ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട്, റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ട്, പൊസിഷൻ സൈസിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ എല്ലാം ചെയ്യുന്നത്. എനിക്ക് അതായത് ആദ്യം ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്ന സമയത്തുള്ള ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. കാരണം ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതായത് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പഠിച്ചു. ഇപ്പൊ ഞാനത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു 35,000 രൂപ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ 10x ട്രേഡറിന്റെ കോഴ്സ് എടുത്തത്. പക്ഷെ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ഇത് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഫണ്ട് ഇതുവരെ അടച്ചിട്ടില്ല, അപ്പം വേഗം തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ബൈക്കിന്റെ EMI അടയ്ക്കുന്നുണ്ട്, അതേപോലെ 2 ലക്ഷത്തിന്റെ EMI അടയ്ക്കുന്നുണ്ട്. അപ്പം ഇതുകൂടാതെ എൻ്റെ കയ്യിൽ അപ്പോൾ ഈ കോഴ്സ് എടുത്ത പൈസ എൻ്റെ കയ്യിൽ ഇല്ല. അതായത് ഞാൻ ആ പൈസ എടുത്ത് മറിച്ച് കോഴ്സ് എടുത്തു. അപ്പൊ ഇനി എനിക്ക് ഈ പൈസ തിരിച്ചടയ്ക്കാനായിട്ട് ഞാൻ പിന്നെയും കസിനോട് പറഞ്ഞു വേറൊരു ലോൺ എടുത്തു. ഇപ്പൊ എനിക്ക് 3 EMI ഉണ്ട്. അപ്പം ഈ 2 ലക്ഷത്തിന്റെ EMI ഇപ്പൊ തീരാറായി. അതായത് ഞങ്ങൾ 3 വർഷത്തേക്കാണ് എടുത്തത്. ഞാൻ +2 തീർന്നു 2023 ആഗസ്റ്റിലാണ് ഞങ്ങൾ ഈ ലോൺ എടുത്തത്. അതും ബൈക്കും ആ ഒരു സമയത്ത് തന്നെയാണ് എടുത്തത്.
അതിപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 9 മാസം 8 മാസം കൂടെ ഉള്ളത്. പിന്നെ അതേപോലെ 35,000. അപ്പോൾ ടോട്ടൽ എനിക്കിപ്പോൾ ഒരു മാസം അടക്കേണ്ട EMI എന്ന് പറയുമ്പോഴത്തേന് 4,000 2 ലക്ഷത്തിന്റെ ഒരു EMI, പിന്നെ 3,693, അത് ഇപ്പം 35,000 രൂപയുടെ ഒരു EMI, പിന്നെ 3,147 രൂപ, അതായത് അത് ബൈക്കിന് ഉള്ള EMI. അപ്പൊ എൻ്റെ ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ ഒരു മാസം ഇത്രമാത്രം പൈസ ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ എല്ലാ ശനിയാഴ്ച എനിക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ പോലും ടൈമില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ കോളേജിൽ പോകണം. ശനിയും ഞായറും സൊമാറ്റോ ഓടാനോ അല്ലെങ്കിൽ കേറ്ററിങ്ങിനൊക്കെ പോകണം. ഞാനിപ്പോൾ ഞായറാഴ്ച ഓട്ടോ ഓടുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും സൊമാറ്റോയ്ക്ക് പോകുമ്പോൾ ഭയങ്കര മടുപ്പാണ്. അപ്പം വീട്ടുകാർക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര ഒരു വിഷമം. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടുകാരോട് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ഞാൻ ഇങ്ങനെ ഇത്രയും പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ആ കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞാനിതെല്ലാം വീട്ടിൽ പറഞ്ഞത്. പിന്നെ അവർക്ക് എൻ്റെ EMIയുടെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും വീട്ടിൽ നിന്ന് പൈസ മേടിച്ചൊരിക്കലും ഈ EMI അടച്ചു തീർക്കത്തില്ല. കാരണം ഇത് ഞാൻ വരുത്തി വെച്ചൊരു EMI ആണ്. അപ്പോൾ ഒരിക്കലും ഞാൻ വീട്ടിലെ പൈസ, അതായത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒരിക്കലും അതുകൊണ്ട് ഞാനിത് ഈ ലോണുകൾ വീട്ടത്തില്ല. അപ്പം അത് കാരണമാണ് ഞാൻ സ്വന്തമായിട്ട് പണിക്ക് പോയി പൈസ ഉണ്ടാക്കി അത് തിരിച്ചടയ്ക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ പണിക്ക് പോകും. അപ്പം ഞാൻ എല്ലാ ദിവസവും ശനി ഞായറൊക്കെ സൊമാറ്റോയ്ക്ക് പോകുമ്പോൾ ഭയങ്കര മടുത്തായിരിക്കും വരുന്നത്. അപ്പം വീട്ടുകാർക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നോട് പറഞ്ഞു ഞായറാഴ്ച ഓട്ടോ ഓടിച്ചോളാം. അപ്പം എൻ്റെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പം ശനിയാഴ്ച ഞാൻ എന്തായാലും വീട്ടിലെ പൈസ മേടിച്ച് ലോൺ അടക്കില്ല. അപ്പം എന്നോട് പറഞ്ഞു ഞായറാഴ്ച ഓട്ടോ ഓടിക്കുക. അപ്പം സൊമാറ്റോയെക്കാളും എന്തുകൊണ്ട് നല്ലത് ഓട്ടോ ഓടിക്കുന്നത് തന്നെയാണ്. കാരണം സൊമാറ്റോ ഓടിക്കുമ്പോൾ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് പോകും, രാത്രി 10-11 ആവും വീട്ടിൽ തിരിച്ചു വരാൻ. അപ്പോൾ ഇത്രയും മണിക്കൂർ, അതായത് 12-13 മണിക്കൂർ ഞാൻ ബൈക്കിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. മാത്രമല്ല ഈ മഴയൊക്കെ വരുമ്പോഴത്തേന് ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് എന്നോട് ഞായറാഴ്ച ഓട്ടോ ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഞായറാഴ്ചകളിൽ ഓട്ടോ ഓടിക്കുവാണ്. പിന്നെ അതേപോലെ ഇതാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു സ്ട്രഗിളും പിന്നെ ഞാൻ ട്രേഡിങ്ങിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു ഇതും. അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ.